നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ പരമാധികാര നേതാവ് അയത്തുള്ള ഖമേനിയും ഇറാൻ പ്രതിരോധത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ വകുപ്പിന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിന്റെയും തലവന്മാർ അടക്കമുള്ള നേതാക്കളെ ഒറ്റയടിക്കാണ് ഇസ്രായേൽ വധിച്ചത്. ഇറാനിലെ 48 ഉന്നത നേതാക്കളെയാണ് ഒരുമിച്ച് വധിച്ചത്. ഇവരുടെ മിസൈൽ ശേഖരവും തകർത്തതിന്റെ പിന്നാലെ ഇനി ചർച്ചയാകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു. ഇറാനും സന്നദ്ധത അറിയിച്ചതായി ട്രംപിന്റെ അവകാശവാദവും ഉണ്ട്. ചർച്ചയ്ക്ക് ഒമാൻ മധ്യസ്ഥത വഹിച്ചേക്കും. പശ്ചിമേഷ്യയിൽ മിസൈലുകൾ തലങ്ങും വിലങ്ങും ചീറിപ്പായവേ സമാധാന പ്രതീക്ഷയായി US പ്രസിഡന്റ് വാക്കുകൾ ലോകം കേട്ടുകഴിഞ്ഞു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമേനിയുടെ സ്ഥാനത്ത് പുരോഹിതനും ഗാർഡിയൻ കൗൺസിൽ അംഗവുമായ അയത്തുള്ള അലി റീസ അറാഫിയെ താൽക്കാലിക നേതൃസമിതി അംഗമായി നിയമിച്ചു. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ഈ സമിതിയാണ് ഖമേനി വഹിച്ചിരുന്ന ചുമതല നിർവഹിക്കുക. ഇറാൻ പ്രസിഡന്റ് മസ്ഊദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഖോലാം ഹുസൈൻ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. വാർത്താവിനിമയ നിയന്ത്രണം രാജ്യത്ത് പലയിടത്തും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പുറംലോകം അറിയാതിരിക്കാനും ആഭ്യന്തര കലാപങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നീക്കം. ഒരു വിഭാഗം ജനങ്ങൾ ഖമേനിയുടെ മരണത്തിൽ അനുശോചിക്കുമ്പോൾ ഭരണകൂട വിരുദ്ധരായ മറ്റൊരു വിഭാഗം ഇതിന് ഒരു മാറ്റത്തിനുള്ള അവസരമായി കാണുന്നുണ്ട്. ഇത് രാജ്യത്ത് ആഭ്യന്തര ലഹളകൾക്ക് കാരണമായേക്കാം എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇറാനിലെ ഈ അസ്ഥിരത മൂലം ലോകവിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയും ചെയ്തു. റഷ്യയും ചൈനയും ഇറാന്റെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം ഗൾഫിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തൃശൂർ സ്വദേശിക്ക് പരിക്കേറ്റു. കപ്പൽ ക്യാപ്റ്റനടക്കം 2 ഇന്ത്യക്കാരെ കാണാതാവുകയും ചെയ്തു. ഒമാനിൽ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന എണ്ണക്കപ്പലിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാന്റെ പശ്ചിമേഷ്യയിലെ സംഘർഷവും ഇറാനിലെ അസ്ഥിരതയും യൂറോപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ നിലവിലെ സാഹചര്യത്തിൽ അതീവ സുരക്ഷാ ജാഗ്രത നൽകിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ ഹൈ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലും വിമാനത്താവളങ്ങളിലും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂലം എണ്ണവില വർദ്ധിച്ചത് യൂറോപ്പിലെ ഇന്ധനവിലയെയും ബാധിച്ചു. ഗ്യാസ്, വൈദ്യുതി നിരക്കുകൾ വീണ്ടും ഉയർന്നേക്കുമെന്ന ആശങ്കയിൽ യൂറോപ്യൻ കമ്മീഷൻ അടിയന്തര യോഗവും ചേർന്നു. അതേസമയം വിമാന സർവീസുകളും താറുമാറായി. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഗൾഫിലേക്കുമുള്ള വിമാന സർവീസുകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാന്റെ വ്യോമപാത അടച്ചതോടെ മിക്ക വിമാനങ്ങളും റദ്ദാക്കുകയോ ആഫ്രിക്കൻ പാത വഴി തിരിച്ചുപിടിക്കുകയോ ചെയ്തു. ഇത് യാത്രാ സമയം ഇരട്ടിയാക്കും. എന്നാൽ അഭയാർത്ഥി പ്രവാഹ ഭീതി പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും വീണ്ടും വലിയൊരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിലേക്ക് ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് ഞായറാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം യൂറോപ്പിലെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ നാറ്റോ അംഗരാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു. ജർമ്മനിയിലെ പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് അന്താരാഷ്ട്ര യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ ഓഹരി വിപണികളിൽ ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെ യൂറോപ്പിലും സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ജർമ്മനിയിലെ പ്രധാന വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളും സുരക്ഷ ശക്തമാക്കി. ഭീകരാക്രമണ സാധ്യതകൾ മുൻനിർത്തി സൈനിക നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ വ്യോമപാതകൾ അടച്ചതോടെ ലുഫ്താൻസ ഇന്ത്യയിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള പല സർവീസുകളും റദ്ദാക്കുകയോ ദീർഘദൂര പാതകളിലേക്ക് മാറ്റുകയോ ചെയ്തു. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുമ്പ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരത ജർമ്മനിയിൽ നിന്നുള്ള വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇനി പറയുന്നത്. വിമാന സർവീസുകളുടെ നിലവിലെ അവസ്ഥ. സർവീസുകൾ റദ്ദാക്കിയത് മൂലം എയർ ഇന്ത്യ തങ്ങളുടെ പല സർവീസുകളും ക്യാൻസൽ ചെയ്തു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഇന്നത്തെ, അതായത് ഞായറാഴ്ചത്തെ വിമാനവും റദ്ദാക്കിയതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം സർവീസ് നടത്തുന്ന വിമാനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ ഇറാൻ, ഇറാഖ് മേഖലകൾ ഒഴിവാക്കി ഈജിപ്ത്, ഒമാൻ വഴി ചുറ്റിക്കറങ്ങിയാണ് പറക്കുന്നത്. ഇത് യാത്രാ സമയം 2 മുതൽ 5 മണിക്കൂർ വരെ വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. അതേസമയം കണക്ടിംഗ് ഫ്ലൈറ്റുകൾ ദുബായ്, അബുദാബി, ഖത്തർ വഴി പോകുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളിലും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കണക്ടിംഗ് ഫ്ലൈറ്റുകൾ വൈകാനോ റദ്ദാക്കാനോ സാധ്യതയുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കുന്നതും റൂട്ടുകൾ മാറുന്നതും കാരണം ലഭ്യമായ സീറ്റുകൾക്ക് വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ഇതുമൂലം അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നിരക്ക് സാധാരണയേക്കാൾ വളരെ കൂടുതലാണ്. വിമാനം റദ്ദാക്കിയവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ ലഭിക്കാനോ മറ്റൊരു ദിവസത്തെ
ദിവസത്തേക്ക് സൗജന്യമായി മാറ്റാനോ വിമാന കമ്പനികൾ അവസരവും നൽകുന്നുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് തിരിക്കും മുമ്പ് തങ്ങളുടെ വിമാന കമ്പനികളുടെ വെബ്സൈറ്റിലോ ആപ്പിലോ നിർബന്ധമായും പരിശോധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയതിനാൽ വിമാനത്താവളത്തിൽ സാധാരണയേക്കാൾ നേരത്തെ, അതായത് 4 മണിക്കൂർ മുമ്പ് എത്താൻ ശ്രമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ പ്രധാന നഗരങ്ങളിലും വിമാനത്താവളങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം വ്യോമപാതയിലെ സംഘർഷം മൂലം എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല വിമാന കമ്പനികളും ലണ്ടൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. വിദേശികൾക്ക് ജർമ്മൻ പൗരത്വം വേഗത്തിൽ ലഭിക്കാനുള്ള പുതിയ നിയമത്തിലെ ചില സാങ്കേതിക മാറ്റങ്ങൾ മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് പ്രവാസികൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് കൂടുതൽ എളുപ്പമാക്കും. ആധുനിക പൗരത്വ നിയമം ജർമ്മനിയിലെ പുതിയ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കുടിയേറ്റക്കാർക്ക് വേഗത്തിൽ പൗരത്വം നൽകാനുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കി. ഇത് മലയാളി നഴ്സുമാർക്കും IT ഉദ്യോഗസ്ഥർക്കും ഏറെ ഗുണകരമാകും. നിലവിൽ ജർമ്മനി നടപ്പിലാക്കി വരുന്ന പുതിയ പൗരത്വ നിയമത്തെയോ അവസരക്കാരുടെ പോലുള്ള പദ്ധതികളെയോ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നേരിട്ട് ബാധിക്കില്ല. എന്നാൽ അന്താരാഷ്ട്ര സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വിസ നടപടികളിൽ കൂടുതൽ കർശനമായ പശ്ചാത്തല പരിശോധനകൾ ഉണ്ടാവും. അതേസമയം ജർമ്മനിയിൽ ഇനി വേഗത്തിൽ ജോലി നേടാൻ സാധിക്കുന്ന വിസ നടപടികൾ ലളിതമാക്കും. പുതിയ ആവിഷ്കാരം ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് നാളെ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കുന്ന 2026 തുടക്കത്തിൽ ജർമ്മനിയുടെ GDP നിരക്കിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തി. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ രാജ്യം മെല്ലെ വളർച്ചയിലേക്ക് തിരിച്ചു വരുന്നതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി. ജർമ്മനിയിലെ ട്രെയിൻ സർവീസുകളിൽ ഇന്നു മുതൽ, അതായത് മാർച്ച് 1 മുതൽ പുതിയ ഡിജിറ്റൽ സംവിധാനം നിലവിൽ വന്നു. കൃത്യസമയത്ത് ട്രെയിനുകൾ ഓടിക്കാനുള്ള കർശനമായ നിയന്ത്രണങ്ങളാണ് പുതിയ ഷെഡ്യൂളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കണ് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധ സാഹചര്യം, കാലാവസ്ഥാ അനിശ്ചിതത്വം പരിഗണിച്ച് UAEയിൽ സ്വകാര്യ മേഖലയ്ക്ക് മാർച്ച് 1 മുതൽ അടുത്ത 3 ദിവസം വർക്ക് ഫ്രം ഹോം ആയിരിക്കുമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലെത്തിയത് പ്രവാസികൾക്ക് നേട്ടമായി. ആഗോള വിപണിയിലെ അസ്ഥിരത കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. വിനിമയ നിരക്ക് ഒരു UAE ദിർഹത്തിന് 24.60 രൂപ ലഭിക്കും. ഒരു യൂറോയ്ക്ക് 107.28 രൂപയും പൗണ്ടിന് 122.80 രൂപയും ഡോളറിന് 91.08 രൂപയുമാണ് ലഭിക്കുക. യുദ്ധഭീതിയെ തുടർന്ന് നിക്ഷേപകർ സുരക്ഷിത താവളമായി സ്വർണത്തെ കാണുന്നതിനാൽ വില കുതിച്ചുയർന്നു. അയത്തുള്ള ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേലിലെ സാഹചര്യം അതീവ ജാഗ്രതാ നിർഭരമാണ്. നിലവിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയിൽ നിന്നോ വൻതോതിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തി. അതിനാൽ രാജ്യത്തുടനീളം സൈനിക ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ്. ബങ്കറുകളിലേക്ക് മാറാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരിടാൻ അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും എംബസി അറിയിപ്പ് നൽകി. ജർമ്മനി വഴി അമേരിക്കയിലേക്കും UK പോകുന്ന ഇന്ത്യക്കാർക്ക് ഇനി പ്രത്യേക ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല എന്ന നിയമം മാർച്ച് 1 മുതൽ പ്രാബല്യത്തിലായി. ഇന്ത്യ യൂറോപ്പ് വ്യാപാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. 5 വർഷത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന പദവി പ്രവാസികൾക്ക് നേട്ടമാവും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം പുതിയ ഉയരങ്ങളിലേക്കാണ് എത്തിയത്. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ ഇരുപക്ഷവും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ നിർണായക തീരുമാനമാണ് ഉണ്ടായത്. പുതിയ കരാർ പ്രകാരം അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും പരസ്പരം ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന പദവി ലഭിക്കും. കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി നികുതി കുറയുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലും യൂറോപ്യൻ ബ്രാൻഡുകൾ ഇന്ത്യയിലും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും. ഇത് ഡിജിറ്റൽ വ്യാപാരത്തിന് കരുത്താകും. കസ്റ്റംസ് പരിശോധനകൾ സുഗമമാക്കാനും പേപ്പർ വർക്കുകൾ ലഘൂകരിക്കാനും ചരക്ക് നീക്കം പെട്ടെന്ന് നടത്താനും ഇത് സാധ്യത തെളിയിക്കുന്നുണ്ട്. യൂറോപ്പിൽ ബിസിനസ് ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി അയക്കുന്നവർക്കും കരാർ വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. ഡിജിറ്റൽ വ്യാപാരത്തിലെ ഇളവുകൾ IT മേഖലയിലുള്ളവർക്കും ആശ്വാസമാകും. യൂറോപ്പിൽ നിന്നുള്ള വൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് തൊഴിലവസര
തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും കാരണമാകും. വരും മാസങ്ങളിൽ കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയിൽ വലിയ ഉണർവ് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. പ്രവാസി മലയാളികളെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഡബ്ലിനിലെ ചെറിവുഡിൽ നിന്നും കാണാതായ മലയാളി യുവതി അശ്വതി രാജശേഖരന്റെ മൃതദേഹം കണ്ടെത്തി. ബ്രേ തീരപ്രദേശത്ത് നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ആശുപത്രിയിലെത്തിയ സുഹൃത്തുക്കളാണ് മൃതദേഹം അശ്വതിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഡബ്ലിൻ ഗ്രാഫ്റ്റിൻ സ്ട്രീറ്റിലെ ഹൈസ് കൺസൾട്ടൻസിയിൽ IT ഉദ്യോഗസ്ഥയായിരുന്ന അശ്വതിയെ കഴിഞ്ഞ ദിവസമാണ് കാണാതായത്. ബാഗും ലാപ്ടോപ്പും തിരച്ചിലിനിടെ ഡാൽക്കി ബീച്ചിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചത്. അയർലൻഡിലെ അശ്വതിയുടെ മരണത്തിന് പിന്നാലെ ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ ഒരു മലയാളി യുവാവിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.